നോ വേ ഹോം ഇറങ്ങി ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സൂപ്പർ ഹീറോ സ്പൈഡർമാൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ടോം ഹോളണ്ട് സ്പൈഡിയായി എത്തുന്ന 4ാം ചിത്രം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. കാലഘട്ടത്തിലാണ് സിനിമയിലെ കഥ നടക്കുന്നത്. അതായത് നോ വേ ഹോം സംഭവങ്ങൾ നടന്ന് 4 വർഷങ്ങൾക്ക് ശേഷമാണ് പീറ്റർ പാർക്കറിനെ നമ്മൾ ഈ ചിത്രത്തിൽ കാണാൻ പോകുന്നത്. എംജോ നെഡോ അവനെ തിരിച്ചറിയുന്നില്ല. തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നമ്മുടെ പീറ്റർ. സാഡ്, പക്ഷേ ഒരു ബ്രാൻഡ് ന്യൂ സൂപ്പർ ഹീറോ. MCU ഫേസ് 6-ൽ വരുന്ന ബ്രാൻഡ് ന്യൂ ഡേ അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് മുൻപുള്ള ഒരു ടീസർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും സംഭവങ്ങളും മാർവൽ ഫാൻസിന് വളരെ പ്രധാനപ്പെട്ടതാണ്. റിലീസിന് മുൻപ് ട്രെയിലറും ടീസറും ഫ്രെയിം ബൈ ഫ്രെയിം പഠിക്കുന്ന തിരക്കിലാണ് അവർ. സോഷ്യൽ മീഡിയയിൽ ഫാൻ തിയറികളുടെ പെരുമഴയാണ്. അതിൽ മുന്നിൽ നിൽക്കുന്നത് സ്ട്രേഞ്ചർ തിങ്സ് താരം സേഡി സിംഗ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള തിയറികളാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് സേഡി സിംഗ് അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രമാണ്. എൻട്രി തന്നെ ഗംഭീരമാക്കിയിരിക്കുകയാണ് താരം. അതും സിനിമ റിലീസാകും മുൻപ് ക്യാരക്ടർ റിവീലാകും. ചിത്രത്തിൽ സേഡി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ പറ്റി ഇതുവരെ അണിയറ പ്രവർത്തകർ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. അതിനവർക്ക് വ്യക്തവും കൃത്യവുമായ കാരണങ്ങളുമുണ്ട്. തിയേറ്ററിൽ സിനിമ കാണുന്നവർക്ക് എന്തുകൊണ്ട് ഈ കഥാപാത്രത്തെ തങ്ങൾ രഹസ്യമാക്കി വെച്ചുവെന്ന് മനസ്സിലാകുമെന്നാണ് സംവിധായകൻ ഡസ്റ്റിൻ ഡാനിയൽ ക്രെട്ടൻ പറയുന്നത്. 2 കാര്യങ്ങൾ ഉറപ്പാണ്. ഒന്ന്, ഡസ്റ്റിന്റെ ട്രംപ് കാർഡുകളിൽ ഒന്ന് സേഡിയാണ്. 2, ഓഡിഷൻ പോലും ഇല്ലാതെ നടിയെ ഈ വേഷത്തിലേക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ താരത്തിന്റെ കയ്യിൽ ഈ വേഷം ഭദ്രമാണെന്ന ആത്മവിശ്വാസം അത്ര വലുതാണ്. ബ്രാൻഡ് ന്യൂ ഡേ ടീം സേഡിയുടെ കഥാപാത്രത്തെ റിവീൽ ചെയ്യുന്നില്ല. അതാണ് അവരുടെ സ്ട്രാറ്റജി. പക്ഷേ ഫാൻസ് അടങ്ങിയിരിക്കുമോ? അവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ തിയറികൾ എഴുതി നിറയ്ക്കുകയാണ്. സേഡിയുടെ ക്യാരക്ടറിനെ പറ്റി പല സാധ്യതകൾ ആരാധകർ പങ്കുവെക്കുന്നു. അതിലേറ്റവും ശക്തമായി പ്രചരിക്കുന്ന തിയറി സേഡി സിംഗ് ജീൻ ഗ്രേ ആയി എത്തുമെന്നാണ്. അതെ, എക്സ്മെൻ കഥാപാത്രമായ ജീൻ ഗ്രേ ടെലികൈനറ്റിക് ടെലിപ്പതിക് കഴിവുകളുള്ള സാക്ഷാൽ ചാൾസ് എക്സേവിയറുടെ മനസ്സ് വായിച്ച മ്യൂട്ടൻ. സേഡിയുടെ ചുവന്ന ഹെയർ കളറും സെറ്റിൽ നിന്ന് ചോർന്ന ചില ദൃശ്യങ്ങളും വരാനിരിക്കുന്ന MCU സിനിമകളിൽ എക്സ്മെൻ കഥാപാത്രങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളുമാണ് ഈ സംശയത്തിന് ആധാരം. മറ്റൊരാളുടെ മനസ്സിലേക്ക് പ്രവേശിക്കാൻ കഴിവുള്ള മിസ്റ്റീരിയസ് ആയ ഒരു വില്ലനെയാണ് സ്പൈഡർമാൻ ഇത്തവണ നേരിടുന്നതെന്ന് ടോം ഹോളണ്ട് പറയുകൂടി ചെയ്തതോടെ പലരും തങ്ങളുടെ വാദം ശരിയായി എന്ന മട്ടിലാണ്. എന്ന് കരുതി ഫാൻ തിയറികൾ അവിടെ അവസാനിക്കുന്നില്ല. ഗ്വെൻ സ്റ്റേസി, മേഡേ പാക്കർ, റേച്ചൽ സമ്മേഴ്സ് അല്ലെങ്കിൽ മാർവൽ കോമിക്സിൽ ഇല്ലാത്ത പൂർണ്ണമായും പുതിയൊരു കഥാപാത്രം എന്നിവയിൽ ഏതെങ്കിലും ഒന്നാകാം സേഡി സിംഗ് അവതരിപ്പിക്കുക എന്നും കണക്ക് കൂട്ടുന്നവരുണ്ട്. അവർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഇടയിൽ സിനിമയുടെ ലോസ് ആഞ്ചലസ് റെഡ് കാർപ്പറ്റ് പ്രീമിയറിനിടെ സംഗീതജ്ഞൻ സ്റ്റീവ് ലേസി ആ ബോംബ് പൊട്ടിച്ചു. പ്രീമിയർ കണ്ടിറങ്ങിയ ലേസി തന്റെ ഇഷ്ട കഥാപാത്രത്തെ പറ്റി അറിയാതെ മനസ്സ് തുറന്ന് പറഞ്ഞു. സേഡി സിംഗ് എന്നൊരു പേര് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും നടിയുടെ ക്യാരക്ടറിനെ പറ്റിയാണ് ഗായകൻ പറഞ്ഞതെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. എന്തായാലും ഇത്തവണ പീറ്റർ പാക്കർ ഒരു അഡാറ് വില്ലനെയാണ് നേരിടാൻ പോകുന്നത്. അത് സേഡി ആകുമോ എന്ന് നല്ല കുട്ടികളായി സ്പോയിലേഴ്സ് വായിക്കാതെ നമുക്ക് തിയേറ്ററുകളിൽ കണ്ടറിയാം. പ്രീമിയർ റിപ്പോർട്ടുകൾ പ്രകാരം ഇതൊരു ബ്രാൻഡ് ന്യൂ ടോം ഹോളണ്ട് സ്പൈഡിയാണ്. നമുക്ക് അക്ഷമരായി തന്നെ കാത്തിരിക്കാം.